ഹരിച്ചേട്ടാ, ഇതുപോലെ ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്നൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ട് ജിതിൻ ആദമിൻ്റെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ഹോബി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. അപ്പോൾ ഗെയിമിംഗ് തീമിലൊരു കേക്ക് വേണം, അതാണ് ജിതിൻ പറഞ്ഞത്. ആദമിന് ഇഷ്ടപ്പെട്ട ഒരു കേക്കിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ചെയ്യാൻ പറ്റുമെന്ന്. മെസ്സേജ് കേട്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എല്ലാം സെറ്റാക്കാം, ഓക്കെ ആണെന്ന്. ജിതിൻ അയച്ചു തന്നത് ഫോണ്ടൻ കവേർഡ് കേക്കാണ്. അപ്പോൾ അവർക്ക് ക്രീം ഫ്രോസ്റ്റിംഗ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് ബട്ടർ ക്രീമും ഉള്ളിൽ ഫ്രഷ് ക്രീമും കൊടുത്തിട്ടാണ് ചെയ്തത്. ഫോട്ടോ കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി. പക്ഷേ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര വളരെ സിമ്പിൾ കേക്ക് അല്ലായിരുന്നു എന്ന്. തീം കേക്കുകളൊക്കെ നോർമലി കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഈ കേക്ക് ചെയ്യാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഗെയിമിംഗ് തീം കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത തീമൊക്കെ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഈ കേക്ക് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കേക്കാണ്. ഞാൻ ഓഫ് ഡേയ്സിൽ ഇതുപോലെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അയർലൻഡിൽ നമ്മുടെ നാട്ടിലെ ടൈപ്പ് കേക്കുകൾ കിട്ടുന്നത് കുറവാണ്. ഇപ്പോഴത്തെ ബേക്കറീസിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കൂടുതലും കിട്ടുന്നത് ഐറിഷ് കേക്കാണ്, കൂടുതൽ ബട്ടർ ക്രീം കേക്കാണ്. അപ്പോൾ അത് സ്വീറ്റ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ ഇവിടെ കടയിൽ കിട്ടുന്ന ഫ്രഷ് ക്രീം കേക്കിന് അത്രയും മധുരം ഉണ്ടാവത്തില്ല. ഇവിടുത്തെ ഫ്രഷ് ക്രീം ഷുഗർ ഫ്രീ ആണ്, ഷുഗർ ഇല്ലാത്ത ഫ്രഷ് ക്രീമാണ് ഇവിടെ ഉള്ളത്. ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 കളർ ഫോണ്ടൻ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ. അങ്ങനെ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് കേക്ക് ഞാൻ ഏകദേശം ഫിനിഷാക്കി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഗെയിമിംഗ് തീമിൻ്റെ കേക്ക് ഏകദേശം റെഡിയായി. ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി ചെയ്തൊരു കേക്കാണ്. കേക്കെല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഫിനിഷിങ്ങിലാണ് കേക്ക് എനിക്ക് കിട്ടിയത്. പിന്നെ ഗെയിമിംഗ് ബർത്ത്ഡേ കേക്ക് ടോപ്പർ എനിക്ക് ഓൺലൈനിൽ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു നോർമൽ ഹാപ്പി ബർത്ത്ഡേ കേക്ക് ടോപ്പറാണ് വെച്ചത്. അങ്ങനെ കേക്ക് ഫിനിഷായിരിക്കുകയാണ്. ജിതിൻ അയച്ചു തന്ന ഫോട്ടോയും ഞാൻ ഉണ്ടാക്കിയ കേക്കും തമ്മിൽ നോക്കി എനിക്ക് ഒരുപാട് സന്തോഷമായി. നല്ല ഫിനിഷിംഗ് ആയിരുന്നു. കേക്കൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞ് ജിതിൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. മെസ്സേജ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ മറ്റുള്ളവരും കൂടെ സന്തോഷിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഗെയിമിംഗ് തീം കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. Ready? Happy birthday to you. Happy birthday to you. Happy birthday to dear Joe. Happy birthday to you. May God bless you.